ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന റോബ്ലോക്സിലെ ലോഞ്ച് പ്ലെയിൻ ഫോർ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ കളിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് നേരം കളിച്ചായിരുന്നു. നമുക്ക് ബ്രെയിൻ റോട്ടിനെ എടുത്ത് ഫ്യൂവൽ കിട്ടും. ഫ്യൂവൽ വെച്ചിട്ട് നമ്മൾ പ്ലെയിൻ വലുതാക്കണം, റീവേർട്ട് ചെയ്യണം. ഞാൻ അങ്ങനെ കുറച്ച് കളിച്ചായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ പ്ലെയിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ 19 ഉണ്ട്. ഇനി 17 മില്യണൂടെ വേണം നമുക്ക് അടുത്ത ലെവലാകാൻ. അപ്പോൾ അതേ കുറച്ച് ഗ്രൈൻഡ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മില്യൺ കണക്കിന് XPs കിട്ടിയിട്ടുണ്ട്, ഫ്യൂവൽ. അതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പം മാക്സ് ആയിട്ടുണ്ട് ലെവൽ. ഇനി നമ്മളിത് ഫുള്ള് ഗ്രൈൻഡ് ചെയ്യാൻ പോകും. നമ്മളിവിടെ നിന്ന് ലോഞ്ച് ചെയ്തിട്ട് അടുത്ത ഐലൻഡിൽ പോകണം. നമ്മളിതൊക്കെ കവർ ചെയ്ത് കുറച്ച് ഇത് ചെയ്ത് എടുത്ത ഗെയിമാണ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് അടുത്ത ഐലൻഡിലോട്ട് പോകും. ഇത് കൺട്രോൾ ചെയ്യാൻ മറ്റേ ബിൽഡ് പ്ലെയിൻ പോലെ കൺട്രോൾ ചെയ്യാൻ പാടല്ല, അത്യാവശ്യം കുഴപ്പമില്ല, സ്മൂത്തായിട്ട് പോകുന്നത്. ഇതെവിടെങ്കിലും കൊണ്ട് ഇടിച്ചാൽ കണ്ട് ഇത് കണക്കിരിക്കും. അതേപോലെ ആ ചുവന്ന ലേസറി തട്ടിയാലും അപകടമാണ്, അതുകൊണ്ട് തട്ടരുത്. അപ്പോൾ നമ്മളിത് മാക്സ് റീവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ല 2 ബ്രെയിൻ റൂട്ട്സിനെ എടുത്തുകൊണ്ട് വന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പം പോവാം. ഇവിടെ കുറഞ്ഞ ബ്രെയിൻ റൂട്ട്സുകൾ, അതൊക്കെ നമുക്ക് ലെജൻഡറിയോ അങ്ങനെ വല്ല സ്ഥലത്ത് പോകണം, ഇല്ലെങ്കിൽ കാര്യമില്ല. ഇത് കുറച്ച് നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമുക്ക് ഈ ലെജൻഡറിയിൽ ഇറങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെജൻഡറിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല 2 ബ്രെയിൻ റൂട്ട്സിൻ്റെ എടുക്കണം. അപ്പോൾ ഇവിടെ 7K ഉണ്ട്, ഇവിടെ 6K ഉണ്ട്, ഇവിടെ 4.5K, അപ്പം ഇവിടെ 4.5K. അപ്പോൾ നമുക്ക് 7ൻ്റെ എടുത്തുകൊണ്ട് പോകാം. അവരങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ 7ൻ്റെ എടുത്തുകൊണ്ട് പോകാൻ പോകുന്നു. 7.5K ആണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. നമുക്കിതും കൊണ്ട് പോകാം. അപ്പം അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഇനി റീവേർട്ട് ചെയ്ത് സെറ്റാക്കണം. അതിന് മുമ്പ് നമുക്കിത് അപ്പുറത്തെ ഐലൻഡിലോട്ട് കൊണ്ടുപോയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. നമുക്ക് അവിടെ നിന്ന് നിർത്തി ഫ്യൂവൽ എടുത്തിട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകാം. ഇതൊരു നല്ല ഗെയിമാണ്, പക്ഷേ പൈസ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ഫ്യൂവലാണ് ആവശ്യം. അതുകൊണ്ട് പൈസ കിട്ടിയിട്ട് ഗുണമൊന്നുമില്ല, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പൈസ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഫ്യൂവലാണ്. നമുക്കിനി അപ്ഗ്രേഡ് ചെയ്യാം. 26Kക്കിനും എല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ നല്ലതൊന്നും ഇല്ലാത്തത്. നമുക്ക് ഈ 1K ആക്കിയേക്കാം. നമുക്ക് റിവേർട്ട് ചെയ്യാൻ വരും. ഓക്കെ, നമ്മുടെ പ്ലെയിൻ എക്സ്പെൻഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്, എന്തോ നേരത്തെ ആയിട്ടില്ല. അപ്പം 2,082K, 3 മില്യൺ, 1 മില്യൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്
നമുക്കതിപ്പോൾ തന്നെ സെറ്റ് ചെയ്യാം. 17 അല്ല, സോറി, അല്ല 17 ലെവലുണ്ട്. അപ്പം നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാം. കുറച്ചുകൂടെ വേണം. ഇതിപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതിന് വലിയ സീനൊന്നുമില്ല. അങ്ങനെ 18 ലെവലായിട്ടുണ്ട്. നമുക്കൊരു 20 ലെവലാവുന്നൊരു വീട്ടിൽ അപ്പോഴത്തേന് നമുക്കൊരു ബ്രെയിൻ റോട്ടിന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ വേറൊരു സംഖ്യയുടെ ഉണ്ടായിരുന്നു, പോയോന്ന് മിസ്സായോന്ന് അറിയത്തില്ല. മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇല്ല ഐലൻഡിലാണ് പോകേണ്ടത്. ഇവിടെ ലെജൻഡറി ഏരിയ ആണത്. അവിടെയാണ് നല്ല നല്ല ബ്രെയിൻ റൂട്ട്സ് ഉള്ളത്. അതിൻ്റെ അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഏകദേശം 20-21 ലെവൽ വേണം. 20 ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു 22ഓളം വേണം. അത് എപ്പിക് ഐലൻഡായിരുന്നു. നമ്മളിനി പോകുന്നത് ലെജൻഡറിയിലേക്ക്, നേരത്തെ വന്ന 7K എടുത്ത സ്ഥലത്തേക്ക്. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാഷ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടൊക്കെ 5Kയുടെ ആണല്ലോ. ഒരു 6Kയുടെ ബ്രെയിൻ റൂട്ട്സിനെ നോക്കാം. ആ 6Kയുടെ ഇവിടെ കൊണ്ടുണ്ട്. അവിടെ ഒന്നും കണ്ടത് നമ്മുടെ കുറേ ബ്രെയിൻ റൂട്ട് അതെടുക്കാനായിട്ട് തൊട്ട് കുറേ എൻ്റെ ബ്രെയിൻ റൂട്ട് എങ്ങനെ ലോഞ്ച് എടുത്ത് ചെയ്യാൻ പറ്റും. ഞാൻ ക്രാഷായി. രണ്ടുപേരും ഒന്നുകൂടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതേ സെയിം ബ്രെയിൻ റൂട്ട് ഒന്നും ഉണ്ടായിരുന്നു. നമുക്ക് അതിനെ പൊക്കാം. നമ്മളതിനെ പിടിക്കാൻ നോക്കുകയാണെങ്കിൽ അതിനെ കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ നഷ്ടമാണ് നമുക്ക്. നമ്മളെന്തായാലും അവിടെ വരെ പോയി ഒന്നുമില്ലാതെ വരാൻ പറ്റത്തില്ല. ക്രാഷായി, പിന്നെയും ക്രാഷായി. അടുത്ത ഒന്നുകൂടെ ലോഞ്ച് ചെയ്യാം. ഇത് ഞാൻ എന്തോ ഒരെണ്ണത്തിന് എടുത്തിട്ടേ പറ്റൂ. ഒന്നെങ്കിൽ 6K അല്ലെങ്കിൽ 7K അല്ലെങ്കിൽ 5K. എന്തായാലും 5K താഴെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല. നമ്മൾ അൺകോമൺ ഏരിയയിൽ നിന്ന് നേരെ റെയർ ഏരിയ വന്നിട്ടുണ്ട്. ഇനി അടുത്ത എപ്പിക് ഏരിയയിൽ ഇതാണ്ട് ഈ ക്ലൗഡാണ് വിഷയം. ആ ക്ലൗഡും ലേസറും എന്തിനെങ്കിലും തട്ടിയ അടിപൊളിയായിട്ടോ. ഇത് ഇച്ചിരി പാടാ ബാലൻസ് ചെയ്യാൻ. നമ്മൾ അതുകൊണ്ട് അവിടെ വെച്ച് ലോഞ്ച് ചെയ്തപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയപ്പോഴത്തിന് പൊട്ടിയത്. നമുക്കിവിടെ എന്തായാലും ഇറങ്ങാം. 6Kയുടെ 6Kയുടെ ഓർമ്മയുണ്ട്. 4K 6K 5K 9K അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്. അത് 160 സെക്കൻഡിനുള്ളിൽ പോവും. അതിന് മുമ്പ് നമുക്കത് എടുക്കാം. അത് ബ്രെയിൻ റൂട്ട് അങ്ങോട്ട് പോട്ടെ. പിന്നെ നമുക്കിത് കയറി അങ്ങ് എടുക്കാം. അടിക്കല്ല. ഇതിൻ്റെ വെളിയിറങ്ങിയ പിന്നെ കുഴപ്പമില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് ബ്രെയിൻ റൂട്ടിനെ എടുത്തിട്ടുണ്ട്. നമുക്ക് 2 ബ്രെയിൻ റൂട്ടിന് എടുക്കാം. ഒരു 6Kയുടെയും ആണെന്ന് തോന്നുന്നു, ഒരു 9.5Kയുടെ എടുത്തിട്ടുണ്ട്. ഇടിക്കാതെ അവിടെ തിരിച്ചു കൊണ്ട് ചെല്ലണം, ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഒന്നും കിട്ടത്തില്ല. കൈ വീശിക്കൊണ്ട് പോകേണ്ടി വരും. അത് നമ്മൾ ഇതെങ്കിലും അവിടെ ചെയ്യാൻ നോക്കാം. ഇതെങ്ങനെ അങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. നെറ്റ് കുറച്ച് സ്ലോ ആണ്. ഇതിലെത്തും, പ്രശ്നമൊന്നുമില്ല. എത്തി കോമൺ ഏരിയ കഴിഞ്ഞു. അങ്ങനെ നമ്മളെത്തിയിട്ടുണ്ട്. ഇത് ഈ 7Kയുടെ ഇതപ്പോൾ 7Kയുടെയാണ്. നമുക്കിത് അൺലോക്ക് ചെയ്യണം. അതൊന്ന് തുറന്നേക്കണ്ട.
നമുക്കപ്പോൾ ഈ 9K എടുത്ത് ഇവിടെ നോക്കാം. അതങ്ങ് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, ഇനി അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇതിനെ കൂടെ എടുത്ത് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഉള്ള പൈസ ഫുള്ളെടുത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ഫ്യൂവലെല്ലാം എടുത്തേക്കാം. നൈസ്. ഓക്കെ, ലെവൽ 19 കുറച്ചുകൂടെ സെറ്റ്, കുറച്ചുകൂടായാൽ മതി. അപ്പോൾ നമുക്ക് 20 ലെവൽ അടിക്കാം. 21 ആവണമെങ്കിൽ നമുക്ക് ആ ലെജൻഡറിയുടെ അപ്പുറത്തോട്ട് പോകാൻ നോക്കാം. പറ്റുമോയെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. ലെറ്റ്സ് ട്രൈ. കുറച്ചുകൂടെ എന്ന് വെച്ചാൽ ഏകദേശം ഇത് മതി. ഇത് വെച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ ലെവൽ 20 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങിയെടുക്കാം. അതാകുമ്പോഴേക്കും ബ്രെയിൻ റൂട്ട്, നല്ല ബ്രെയിൻ റൂട്ട് റെസ്പോൺസ് ചെയ്യാൻ നമുക്ക് പാവങ്ങൾ, നമ്മുടെ റോബോട്ട്സ് ഒന്നുമില്ല. ക്യാരി എത്ര രൂപ കൊടുക്കണം ഈ ക്യാരി ചെയ്യാൻ? 250K കൊടുത്ത അടുത്ത ഇപ്പം ഞാൻ എത്ര ചെയ്യാൻ പറ്റും? അടുത്ത 3 രൂപ. ഇനി എന്താണ് സെല്ല് ചെയ്യുക? പന്ന സാധനം അല്ലെങ്കിൽ സെല്ല്, അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യാം. അതിനെക്കാട്ടും തന്നെ നമുക്ക് അവിടെ ചോക്ലേറ്റ് വേണ്ടിക്കൊണ്ടിരുന്നതാണ്. അതിനെക്കാട്ടും തന്നെ നമുക്ക് ഇതിൽ ചേർത്തേക്കാം. നമുക്ക് ഇതിനെ എടുക്കാം. ഇതിനെ കൊണ്ടത് ചെയ്താണ്. ഇതിനെ കൊണ്ട് വലിയ ഉപയോഗമില്ല, അതാ പ്രശ്നം. അയ്യോ, അതിന് 9K ഉണ്ടായിരുന്നു. അയ്യോ, അത് 9K+ ഉണ്ടായിരുന്നു. ഇപ്പം 42, 40 നമുക്ക് കുറച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് കൊണ്ടുകൂടെ പോയി എത്ര ആവും നോക്കാം. അയ്യോ, എന്തിട്ട് അത് പകുതി പോലും ആയിട്ടില്ല. ഇത് ചെല്ലാതെ ആവുമെന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു ലാഗ് അടിക്കുന്ന ചെറിയ ഡു കമൻറ്റ്. ഇപ്പം പറയാൻ വന്നു, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അത് നിങ്ങളുടെ അത് ഞാൻ പറയുന്നില്ല. നമുക്ക് 1Kയുടെ സാധനങ്ങൾ കൊണ്ട് കളയാം. അത് വെച്ചിട്ട് വലിയ ഉപയോഗമില്ല, അതുകൊണ്ടാണ് വേറെ എന്തോ ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് സെറ്റ്. 21 ലെവലായിട്ട് നമുക്ക് ഒന്നുകൂടെ ലാസ്റ്റ് റൗണ്ടായിട്ട് ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നവരെ ഈ ഗെയിമിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. അതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ട് പറഞ്ഞു കുറേ സമയം ആയിട്ടുണ്ട്, ഏകദേശം ഒരു 10 മിനിറ്റോളം ആയെന്ന് തോന്നുന്നു. കറക്റ്റ് പറയാം ഞാൻ ഇതിൻ്റെ കുഞ്ഞോളം ലോഞ്ച് ചെയ്യാം. ഫാൾ ചെയ്യാം. കുറച്ച് 37 ഗെയിമുണ്ട്. നമുക്ക് ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാം. ഇത് മതിയാകും തോന്നുന്നുണ്ട്. നമുക്ക് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഒഴിച്ചു നോക്കാൻ തോറും വണ്ടി ശരിയാകുന്നത്. അതിന് കുറച്ച്
കുറച്ചുകൂടെ ഏകദേശം 1.4 മില്യൺ അത് നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യാം. എനിക്ക് ഇന്നാ പിടിച്ചു 21 ഇനി നമുക്ക് അപ്പുറം വരെ ലെജൻഡറിയുടെ അപ്പുറത്ത് പോകാൻ പറ്റുമോ നോക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൈഡ് ഈ എപ്പിസോഡിൻ്റെ. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആരും ചെയ്യാനില്ലല്ലോ, സബ്സ്ക്രൈബേഴ്സ് ഇല്ല. നമ്മൾ റോഡ് ടു 10 സബ്സ്ക്രൈബേഴ്സാണ്. അടിപൊളി, ഒന്ന് ക്രാഷ് ആയി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അല്ല, എവിടെ വരെ പോകാൻ പറ്റുമെന്ന് നോക്കാവുന്നത്. പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഫാളാകുന്നു, എനിക്ക് പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് നേരെ പോകാം. ഇത് 10-15 മിനിറ്റ് ആയെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്താൽ ഇവിടെ വന്നപ്പോൾ നമ്മുടെ 50% ഫ്യൂവൽ തീർന്നിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് പോകാൻ നോക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ചാൻസ് കുറവാണ്. ഇല്ല, എത്തത്തില്ല. എന്നാൽ എവിടെ വരെ ഒരു ഗസ് അടിച്ച് നോക്കാം. എത്ര രൂപ? ഏകദേശം 25K ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അല്ല, എന്തായാലും ഇതൂടെ ഫൈനലി ഈ പാട്ടോടെ വെച്ച് അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.